നമ്മളൊരു കാർ ഓടിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു നിങ്ങൾ വിചാരിക്കാം. റോഡിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ ഒരു സമയത്ത് എതിരെ നിന്നും ഒരു ബസ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ബസ് നമ്മൾ നോക്കുമ്പോൾ റൈറ്റ് സൈഡിലൂടെ വരുന്നതാണ് നമുക്ക് കാണുക. അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കാം. അതേ സമയത്ത് നമ്മുടെ മുമ്പിൽ നിന്ന് ഒരാള് ലെഫ്റ്റ് സൈഡിലൂടെ നടന്നു വരുന്നുണ്ടെന്നും കൂടെ വിചാരിക്കാം. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക? ഞാൻ ഈ ചോദ്യം പലരോടും ചോദിക്കാറുണ്ട്. ഞാൻ പ്രാക്ടിക്കലി കണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പലരും ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നത് എതിരെ നിന്ന് വരുന്ന ബസ്സിനാണ്. ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. 90% ആളുകളും ചെയ്യുന്നത് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുന്നത് ബസ്സിനാണ്, ലെഫ്റ്റിലൂടെ നടന്നു വരുന്ന ആളിനല്ല എന്നർത്ഥം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പലരും ചെയ്യുന്നത്? എല്ലാരും വിചാരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബസ്സല്ലേ, അപ്പൊ അതിനല്ലേ ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ടതെന്ന്. എന്നാൽ ശരിക്കും ആർക്കാണ് ഇവിടെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്? പ്രിഫറൻസ് കൊടുക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലൂടെ നടന്നു വരുന്ന ആളിനാണ്. കാരണം എന്താ? നടന്നു വരുന്ന ആൾ എപ്പോഴും വിചാരിക്കും എന്താ, കാറ് കറക്റ്റ് ആയിട്ട് പോകും, കറക്റ്റ് ആയിട്ട് സൈഡ് ചേർന്ന് പോകും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എതിരെ വരുന്ന ബസിന്റെ ഡ്രൈവർ നല്ല കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യും, നമ്മൾ കറക്റ്റ് ആയിട്ടാണോ വരുന്നത്, ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് പോകാൻ അയാൾ ശ്രദ്ധിക്കും. ബസിന്റെ ഡ്രൈവർ കൂടുതൽ ശ്രദ്ധിക്കും. പക്ഷെ നടന്നു വരുന്ന ആള് അത്ര ശ്രദ്ധിച്ചു എന്ന് വരില്ല. നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നടന്നു വരുന്ന ആളിനെയാണ്. ബസ് കണ്ടിട്ട് പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക. പെട്ടെന്ന് സ്റ്റിയറിംഗ് ലെഫ്റ്റിലേക്ക് തിരിക്കും. ബസ് കണ്ട ഉടനെ ലെഫ്റ്റിലേക്ക് തിരിക്കും. ലെഫ്റ്റിൽ ഒരു ആള് നടന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പരിഗണന കൂടുതൽ കൊടുക്കില്ല. അപകടം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആർക്ക് പ്രിഫറൻസ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തിന് പ്രിഫറൻസ് കൊടുക്കണം, ഇതറിയാതെ ഡ്രൈവ് ചെയ്ത് അപകടത്തിലെത്തുന്ന ഒരുപാട് പേരുണ്ട്. ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും. ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ്. ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളം, ഇടുക്കി ജില്ലയിലാണ്. ഇനി ഇതാ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലേക്കൊക്കെ പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ്. അവിടെ നിന്ന് ബുക്ക് ചെയ്ത ആളുകൾക്ക് റെഡിയായി നിന്നോളൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് ക്ലാസ്സിൽ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പേടി കാരണം ഡ്രൈവ് ചെയ്യാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകളൊക്കെ മുന്നോട്ട് വന്നോളൂ, നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കൂ. നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ എന്തായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു, ബൈ.